കേരള PSC ഇന്ന് നടത്തിയ LGS എക്സാമിനേഷൻ ചോദിച്ച ഒരു ചോദ്യമാണ് ഈ കാണിച്ചിട്ടുള്ളത്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. ലാസ്റ്റ് വീക്കിൽ ഇതേ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഷെയർ ചെയ്ത അതേ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും കാണുമ്പം വലിയ സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ ചോദ്യത്തിനുള്ള ആൻസർ കൃത്യമായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. അപ്പോൾ ആദ്യത്തത് പള്ളിക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ആദ്യത്തത് പള്ളിവാസലാണ്, ഏറ്റവും വലുതാണ് ഇടുക്കി. പള്ളിവാസൽ കമ്മീഷൻ ചെയ്തത് 1940-ലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളമാണ്, അത് 1954-ലാണ് വരുന്നത്. ഈ പള്ളിവാസലും ചെങ്കുളവും മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തത് പള്ളിവാസൽ, രണ്ടാമത്തെ ചെങ്കുളം. ഇനി ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. ഇടുക്കിയുടെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ടാണ്. മുൻവർഷ PSC ചോദ്യമാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി പദ്ധതി. ശബരിഗിരി പദ്ധതി പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വകാര്യ മേഖലയിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് മണിയാറാണ്, അതും പത്തനംതിട്ട ജില്ലയിലാണ്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി, രണ്ടാമത്തെ വലുത് ശബരിഗിരി, ഏറ്റവും ആദ്യത്തത് പള്ളിവാസൽ, രണ്ടാമത്തത് ചെങ്കുളം. സ്വകാര്യ മേഖലയിലെ ആദ്യത്തത് മണിയാറ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ കുറ്റ്യാടി പദ്ധതി ഏത് ജില്ലയിലാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക.